അല്ലെങ്കിൽ ബാബു സാറാണോ ആരാണെങ്കിലും ഐ വോണ്ട് ടെൽ ഓർ നോ വൺ ക്യാൻ ടെൽ ഓൾസോ ബിക്കോസ് ഈ പ്രോജക്റ്റിന്റെ ട്രീറ്റ്മെന്റ് സുരേഷ് സാറും AK സാറും കൂടെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇറ്റ്സ് ഇൻ എ വേ ദാറ്റ് നമുക്ക് എല്ലാവരെയും സസ്പെക്റ്റ് ആയിട്ട് തോന്നും. ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്ട് എന്ന്, പിന്നെ തോന്നും അഷ്കറാണ്, പിന്നെ റിയാസ് ഖാനാണ്, പിന്നെ ഞാനാന്ന് തോന്നും, ഗൗരിയാന്ന് തോന്നും, ബാബു സാറാന്ന് തോന്നും, പപ്പാന്ന് തോന്നും. എല്ലാരെയും നമുക്ക് സസ്പെക്ട് ആയിട്ട് തോന്നും. ആരാണ്? അപ്പൊ നമ്മള് ആക്ച്വലി സുരേഷ് അതെ സാറാണ് മെയിൻ വില്ലൻ. ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് എന്നും ചെന്ന് ചോദിക്കും, സാർ സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയത്തില്ല, എൻ്റെ അടുത്ത് പറ ആരാണ്, ഞാനാണോ അല്ലെങ്കിൽ അഷ്കറാണോ അല്ലെങ്കിൽ റായജിയാണോ, ആരാണ് ഒന്ന് പറഞ്ഞാ. അപ്പൊ സാറ് വേറെ ആളുടെ പേര് പറഞ്ഞു തരും. അപ്പൊ ഞാൻ വിചാരിക്കും അതാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതല്ല, പിന്നെ ആരാണ്. ഐ മീൻ ഇറ്റ് ഇസ് എ പ്രോസസ്. അവസാനം എനിക്ക് തന്നെ ഡൗട്ടായി ഞാനാണോ അഷ്കറാണോ സാറ് തന്നെയാണോ, എല്ലാം ഡൗട്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പോയിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് അങ്ങനൊരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓഡിയൻസിന് അത് എൻഗേജിങ് ആയിരിക്കും. അതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ഹുക്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, നാളെ റിലീസ് ആവുകയാണ് അല്ല, എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറ. എന്നിട്ട് യു ഷുഡ് ടെൽ ഞാനാണോ ഗൗരിയാണോ അഷ്കറാണോ അതോ AK സാറാണോ വില്ലൻ കേട്ടോ. എന്തോ ഓക്കെ അത് ബാക്കി അഷ്കർ പറയും. നമ്മുടെ സിനിമ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഗൗരി നദിയാണ്